തിരുവനന്തപുരം കരമനയിൽ 23 വയസ്സുകാരനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുന്ന CCTV ദൃശ്യങ്ങൾ ന്യൂസ് 18 ഇന്നലെയാണ് കരമന സ്വദേശി അഖിലിനെ കാറിലെത്തിയ സംഘം ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ സംഭവസ്ഥലത്തെത്തി DCP ഉൾപ്പെടെ ഉള്ളവർ വിവരങ്ങൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് VV വിനോദ് കൂടി ചേരുന്നുണ്ട്. വിനോദ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പരിശോധനകൾ തുടരുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇപ്പോൾ DCP നിതിൻ രാജ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ ഇവിടെ എത്തി ഈ സ്ഥലം പരിശോധിക്കുകയാണ്. കൃത്യം നടന്ന സ്ഥലം പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം വൈകിട്ട് 5 മണിയോടുകൂടിയായിരുന്നു ഈ കൃത്യം നടന്നത്. 3 പേരാണ് ദൃശ്യത്തിലുള്ളത്. CCTV ദൃശ്യങ്ങളാണ് ഈ സംഭവത്തിൽ നിർണായകമായത്. ഇതിൽ 3 പേർ അതിക്രൂരമായി മർദ്ദിച്ച് അഖിലിനെ കൊല്ലുന്ന ദൃശ്യങ്ങൾ അത് CCTVയിൽ പതിഞ്ഞിരുന്നു. ആ ദൃശ്യങ്ങൾ ഈ കേസിൽ വളരെ നിർണായകമായ തെളിവായി. കഴിഞ്ഞ ആഴ്ച ബാറിൽ ഉണ്ടായ ഒരു തർക്കം, സമീപത്ത് തന്നെ ഒരു ബാറിൽ വെച്ച് ഉണ്ടായ തർക്കമാണ് ഇത്തരമൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത്. അന്ന് ഈ കൊല്ലപ്പെട്ട യുവാവിനൊപ്പം 8 പേരുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൊല ചെയ്ത സംഘത്തിലെ 3 പേരും ബാറിലുണ്ടായിരുന്നു. അന്ന് അവർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം, 2 കൂട്ടർക്കും പരിക്കേറ്റു. എന്നാൽ 3 പേർ മാത്രമാണ് അന്ന് ഇപ്പോൾ കൊല ചെയ്ത സംഘത്തിലെ അംഗങ്ങളായി അവിടെ ബാറിൽ ഉണ്ടായിരുന്നത്. അന്ന് അവിടെ സംഭവിച്ച ആ ഒരു കൃത്യത്തിന്റെ പ്രതികാരം എന്നോണം ഇന്നലെ ഇവർ ലഹരി ഉപയോഗിച്ച ശേഷം ഇവിടേക്ക് എത്തുകയായിരുന്നു. പല തവണ കമ്പി വടി കൊണ്ട് തലയ്ക്കടിക്കുന്ന നില, അതിനുശേഷം കല്ല്, വലിയ ഭാരമുള്ള കല്ല് ഈ യുവാവിന്റെ ശരീരത്തിലേക്ക് ഇട്ടു. 6 തവണയാണ് ഈ നിലയ്ക്ക് കല്ല് ഇട്ടത്. ഇത് മരണകാരണം, പ്രധാനമായും മരണത്തിലേക്ക് നയിച്ചത് ഈ ഒരു പ്രവൃത്തിയാണ്. തലയോട്ടി പിളർന്ന നിലയിലായിരുന്നു ഈ മൃതദേഹം. ഈ മർദ്ദനം നടക്കുമ്പോൾ തൊട്ടടുത്തൊന്നും ആളുകൾ ഉണ്ടായിരുന്നില്ല. സമീപത്ത് തന്നെയാണ് ഈ യുവാവിന്റെ വീട്. പക്ഷേ ഈ കൃത്യം നടക്കുമ്പോൾ ആരും അവിടെ ഉണ്ടായിരുന്നില്ല. പുറത്തേക്ക് വിളിച്ചിറക്കുകയായിരുന്നു. ഈ തലയോട്ടി പിളർന്ന നിലയിലാണ് കണ്ടെത്തുന്നത്. അതായത് ഈ മർദ്ദനത്തിൽ അവശനായിട്ടും മർദ്ദിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. കരുതിക്കൂട്ടിയുള്ള ഒരു കൃത്യം എന്ന നിലയ്ക്ക് തന്നെയാണ് ഇത് മനസ്സിലാക്കേണ്ടത്. വിഴിഞ്ഞത്ത് നിന്ന് ഒരു വാഹനം, ഇന്നോവ കാർ, അവർ വാടകയ്ക്കെടുക്കുകയായിരുന്നു. ഈ വാഹനത്തിൽ 4 പേർ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ മുൻവൈരാഗ്യത്തിന്റെ പേരിൽ ഇത്രയും നിഷ്ഠൂരമായി ഒരു യുവാവിനെ കൊലപ്പെടുത്തുക എന്ന കാര്യം, ഇത് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സ് മരവിച്ചു പോകുന്ന നിലയിലുള്ള ഒരു കൃത്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതികൾ, ഇവർ ഇങ്ങനെ കൊല നടത്തുന്നത് ഇത് ആദ്യമല്ല. ഈ സംഘം ഇതിനു മുൻപും 5 വർഷം മുൻപും ഇതേ സ്ഥലത്ത് കൈമനത്ത് തന്നെ മറ്റൊരു യുവാവിനെ, അനന്തു എന്ന യുവാവിനെ ഈ തരത്തിൽ ബൈക്കിൽ പിടിച്ചു കയറ്റി കൊണ്ടുവന്ന് ആളൊഴിഞ്ഞ പ്രദേശത്ത്, കാട് പിടിച്ച സ്ഥലത്ത്, അന്ന് ഈ KGF സിനിമയിലെ ഡയലോഗൊക്കെ പറഞ്ഞ് ആ തരത്തിൽ അതിക്രൂരമായി കാലിലെയും കൈകളിലെയും ഞരമ്പുകൾ മുറിക്കുകയും കരിക്കുകൊണ്ട് തല ഇടിച്ച് ചതയ്ക്കുകയും ആ തരത്തിൽ അതിക്രൂരമായി കല്ലുകൊണ്ട് ശരീരത്തിന്റെ ഭാഗങ്ങൾ ഇടിച്ച് ചതച്ചുമൊക്കെയും അന്ന് ആ യുവാവിനെ കൊലപ്പെടുത്തി. ആ കേസുമായി ബന്ധപ്പെട്ട ആളുകൾ, പ്രതികൾ ഈ സംഭവത്തിലും ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതിൽ ഒരാൾ ഇപ്പോൾ കരമന പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ്. കിരൺ എന്ന പ്രതികളിൽ ഒരാളായ കിരൺ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. വലിയ ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. മന്ത്രി ശിവൻകുട്ടി അല്പസമയം മുൻപ് ഇവിടെ ഈ കൊല്ലപ്പെട്ട യുവാവിന്റെ വീട് സന്ദർശിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് തെല്ലൊരു ഇടവേള ഇതിന് ശമനമുണ്ടായിരുന്നു ഗുണ്ടാ വിളയാട്ടത്തിന്. പക്ഷേ ഇപ്പോൾ വീണ്ടും ഗുണ്ടാ വിളയാട്ടം ഉണ്ടാകുന്നു. പോലീസിന്റെ കർശന നടപടി ഉണ്ടാകും. അത് മന്ത്രി ഉറപ്പ് പറഞ്ഞാണ് ഇവിടെ നിന്ന് മടങ്ങിയത്. എങ്കിൽ തന്നെയും തുടരെ ഈ അക്രമങ്ങൾ, ഒരുപക്ഷെ കൊലപാതക സംഭവങ്ങൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴും അക്രമങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു എന്നതൊരു വസ്തുതയാണ്. മാനവീയം വീഥിയിൽ ഉൾപ്പെടെ പലപ്പോഴും സംഘം ചേർന്ന് ഈ പല സംഘങ്ങളായി തിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന നിലയുണ്ട്, ആയുധം ഉപയോഗിക്കുന്ന നിലയുണ്ട്, അവിടെ ലഹരി ഉപയോഗിക്കുന്നു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ, എക്സൈസിന്റെ കണ്ടെത്തൽ, ഇതെല്ലാം തന്നെ നഗര കേന്ദ്രീകൃതമായ ഒരു സ്ഥലത്ത്, നഗരത്തിന്റെ ഹൃദയഭാഗത്ത് സംഭവിക്കുന്നു എന്ന ആരോപണം. പലപ്പോഴായി സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ, രാവിലെ പ്രഭാത സവാരിക്കോ അല്ലെങ്കിൽ ഈ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്ന സ്ത്രീകൾക്ക് നേരെയൊക്കെയും പലപ്പോഴും ഈ അതിക്രമങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം. ഓപ്പറേഷൻ ആഗ് പോലുള്ള ചില പദ്ധതികൾ നടപ്പാക്കുകയും വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് 2500ഓളം പ്രതികളെ പിടികൂടുകയും ചെയ്ത നടപടി ഉണ്ടായിട്ടുണ്ട്. അന്നും തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ പേർ പിടിയിലായത്. ഏതാണ്ട് 300-ലധികം പേർ തിരുവനന്തപുരത്ത് നിന്ന് പിടിയിലായിരുന്നു. പക്ഷെ അതൊന്നും കൊണ്ട് കാപ്പ പോലുള്ള നിയമം, ഗുണ്ട ആക്ട്
ചുമത്തി പലപ്പോഴും ഇവരെ ജയിലിലടയ്ക്കുന്ന ഒരു പ്രവൃത്തി ഇതെല്ലാം ഉണ്ടെങ്കിലും അതൊന്നും പര്യാപ്തമാകുന്നില്ല, കാര്യക്ഷമമാകുന്നില്ല എന്ന ഒരു നിലയിലേക്കാണ് ഇപ്പോൾ സംഭവങ്ങൾ എത്തിയിട്ടുള്ളത്. ഏതായിരുന്നാലും ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് സ്ഥലത്ത് നടക്കുന്നത്. നേരത്തെ തന്നെ ഫോർട്ട് AC അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തിയിരുന്നു. ഇപ്പോൾ DCPയുടെ നേതൃത്വത്തിലുള്ള പരിശോധന സ്ഥലത്ത് നടക്കുന്നുണ്ട്. പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അഭിലാഷ്. റൈറ്റ്, പ്രതികൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമായി മുന്നോട്ട് പോവുകയാണ്. 23-കാരനെയാണ് അതിക്രൂരമായി തലയ്ക്കടിച്ച് തന്നെ കൊലപ്പെടുത്തിയത്. വിനോദ തുടരുക. ഈ വിനോദ് സൂചിപ്പിച്ചതുപോലെ നേരത്തെ അനന്തു ഗിരീഷ് എന്ന ആളിന്റെ കൊലപാതകം, ആ കൊലപാതകത്തിന്റെ ഓർമ്മകൾ മായും മുമ്പാണ് വീണ്ടും നിഷ്ഠൂരമായൊരു കൊലപാതകം കരമനയിൽ നടക്കുന്നത്. കരമനയിൽ KGF മോഡലിൽ നടന്ന ആ കൊലപാതകത്തിലെ പ്രതികളും ഇപ്പോഴത്തെ ഈ സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരം.